എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിലേക്ക് സ്വാഗതം. എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറയുന്ന ലെസണിലെ ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായും 3 ഡിസ്കോഴ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നറേറ്റീവ് റൈറ്റിംഗ്, ഡയറി എൻട്രി, പാരഗ്രാഫ് റൈറ്റിംഗ് എന്നിവയാണ്. നറേറ്റീവ് റൈറ്റിംഗ് 6 മാർക്കിനോ 7 മാർക്കിനോ ചോദിക്കുന്ന ചോദ്യമാണ്. 3 പാരഗ്രാഫ് ആയിട്ട് എഴുതേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആദ്യം നമുക്ക് അതിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1, ബി ക്വസ്റ്റ്യൻ. ഡ്രാഫ്റ്റ് എ ഡീറ്റെയിൽഡ് നറേറ്റീവ് യൂസിംഗ് ദ സെന്റൻസ് എബോവ്. യു മേ റീഫ്രേസ് ദം ആൻഡ് മോർ സെന്റൻസസ്. ആഡ് suitable linkers to make the narrative interesting. മുകളിൽ തന്നിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹിന്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു നറേറ്റീവ് എഴുതാവുന്നതാണ്. അനുയോജ്യമായ ലിങ്കിങ് വേർഡ്സുകൾ ഉപയോഗിച്ചായിരിക്കണം നറേറ്റീവ് തയ്യാറാക്കേണ്ടത് എന്നാണ്. ജെറോമിന്റെ അനുഭവമാണ് ഇവിടെ നറേറ്റീവായിട്ട് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം നറേറ്റീവിനോ ഒരു ഹെഡിങ് നൽകാം. എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് തന്നെ ഹെഡിങ് ആയി നൽകി. അതിനുശേഷം ഒന്നാമത്തെ പാരഗ്രാഫിലേക്ക്. വൺ ഡേ ജെറോം വെന്റ് ടു ദ ബ്രിട്ടീഷ് മ്യൂസിയം ടു റീഡ് അബൌട്ട് ആൻ ഇൽനെസ് ഹി തോട്ട് ഹി ഹാഡ്. തനിക്കുണ്ടായിരുന്നു എന്ന് കരുതുന്ന അസുഖങ്ങളെ കുറിച്ച് വായിക്കുന്നതിനായി ജെറോം ഒരു ദിവസം ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് പോയി. ഹി ലുക്ക്ഡ് ത്രൂ മെഡിക്കൽ എൻസൈക്ലോപീഡിയ, ബട്ട് ആസ് ഹി റീഡ് he began to imagine he had every illness in the book. അദ്ദേഹം ആദ്യം മെഡിക്കൽ എൻസൈക്ലോപീഡിയയാണ് വായിച്ചത്. അത് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ അസുഖങ്ങളെല്ലാം തനിക്കുണ്ട് എന്ന്. ഫ്രം ടൈഫോയിഡ് ടു കൊളറ ആൻഡ് ഈവൻ റയർ വൺസ്. ടൈഫോയിഡ് മുതൽ ക്ലോളറ വരെ തനിക്കുണ്ടെന്നും മറ്റ് ചില അപൂർവ രോഗങ്ങളും ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. The only one illness he did not have homemade നീസ്. അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരേ ഒരു അസുഖമായി അദ്ദേഹം കണ്ടത് ഹോം മെയ്ഡ് സ്നീസ് ആണ്. ഹി സ്ട്രേഞ്ച്ലി ഫെൽറ്റ് അപ്സെറ്റ് അബൌട്ട് ദാറ്റ്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം അസ്വസ്ഥത തോന്നി. രണ്ടാമത്തെ പാരഗ്രാഫ്. ഫീലിംഗ് വറീഡ് ജെറോം വെന്റ് ടു സീ ഹിസ് ഡോക്ടർ ഹു വാസ് ആൾസോ ആൻ ഓൾഡ് ഫ്രണ്ട്. വളരെ ദുഃഖിതനായ ജെറോം ഡോക്ടറെ കാണാനായി പോയി. അദ്ദേഹത്തിന്റെ ഒരു ബാല്യകാല സുഹൃത്തായിരുന്നു അദ്ദേഹം. ഹി ടോൾഡ് ദ ഡോക്ടർ ഹി ബിലീവ്ഡ് ഹി ഹാഡ് ആൾമോസ്റ്റ് എവറി ഡിസീസ്. ജെറോം ഡോക്ടറോട് പറഞ്ഞു തനിക്ക് ഏകദേശം എല്ലാ അസുഖങ്ങളും ഉണ്ട് എന്ന്. ദ ഡോക്ടർ കാംലി ചെക്ക്ഡ് ഹിം. വളരെ ശാന്തനായി ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചു. ദെൻ റോട്ട് എ പ്രിസ്ക്രിപ്ഷൻ. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു പ്രിസ്ക്രിപ്ഷൻ നൽകി, ഒരു കുറിപ്പടി നൽകി. തേർഡ് പാരഗ്രാഫ്. ജെറോം took it to the pharmacy without reading it. കുറിപ്പ് വായിക്കാതെ ജെറോം ഫാർമസിയിലേക്ക് കൊണ്ടുപോയി. The chemist smiled and said it was not something he could give. കുറിപ്പ് വായിച്ച കെമിസ്റ്റ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു പക്ഷെ ഇത് എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല എന്ന്. ക്യൂരിയസ് ജെറോം read it. ആകാംക്ഷവാനായ ജെറോം ആ കുറിപ്പ് വായിച്ചു. Found it simply advised him to eat healthy food. അതിൽ എഴുതിയത് അദ്ദേഹം മനസ്സിലാക്കി ഹെൽത്തി ഫുഡ് കഴിക്കാനും, ഡ്രിങ്കിങ് വാട്ടർ ഓഫൻ, ജലം കുടിക്കാനും, ആൻഡ് വാക്ക് എവറി മോർണിംഗ്, എല്ലാ ദിവസവും നടക്കാനും, സ്ലീപ് ബൈ 11 PM, 11 മണിയോടുകൂടി ഉറങ്ങാനും ഒക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആൻഡ് അവോയ്ഡ് തിങ്കിങ് ടു മച്ച് അബൌട്ട് തിങ്സ് ഹി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാവാത്ത കാര്യങ്ങളെ കുറിച്ച് അമിതമായി ചിന്തിക്കരുത് എന്നും എഴുതിയിട്ടുണ്ട്. നമുക്ക് നറേറ്റീവ് ക്ലോസ് ചെയ്യാം. ലാസ്റ്റ് പാരഗ്രാഫ്. Although it was not he expected. മുകളിൽ പറഞ്ഞത് അദ്ദേഹം പ്രതീക്ഷിച്ചതല്ല എങ്കിലും ജെറോം ഫോളോഡ് ദ അഡ്വൈസ്. ഈ ഉപദേശത്തെ ജെറോം പിന്തുടർന്നു. സൂൺ, പെട്ടെന്ന് തന്നെ he felt healthier and happier. താൻ വളരെയധികം ആരോഗ്യവാനും സന്തോഷവാനുമായി അദ്ദേഹത്തിന് തോന്നപ്പെട്ടു. Realizing that simple habits are sometimes the best medicine. അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ലളിതമായ ശീലങ്ങളാണ് ഏറ്റവും നല്ല മരുന്ന് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇപ്രകാരം നമ്മൾ ഒരു
റൈറ്റ് അപ്പ് അല്ലെങ്കിൽ നറേറ്റീവ് തയ്യാറാക്കണം. നറേറ്റീവ് എഴുതുന്നത് രണ്ട് രീതിയിലാണ് നറേറ്റീവ് എഴുതാറ്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ഉണ്ട്, തേർഡ് പേഴ്സൺ നറേറ്റീവ് ഉണ്ട്. ഇവിടെ നമ്മൾ എഴുതിയത് ജെറോമിനെ കുറിച്ചാണ്, നമ്മളാണ് എഴുതുന്നുള്ളതുകൊണ്ട് ഇത് തേർഡ് പേഴ്സൺ ആണ്. സാധാരണ ഫസ്റ്റ് പേഴ്സൺ വരുവാണെങ്കിൽ അവിടെ ഐ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അതായത് ജെറോമായിട്ട് വേണം നമുക്ക് എഴുതേണ്ടി വരിക. ഇവിടെ പക്ഷെ ജെറോമിനെ കുറിച്ച് നമ്മൾ എഴുതുന്നതുകൊണ്ട് തേർഡ് പേഴ്സൺ ആയിട്ടാണ് എഴുതിയത്. ചുരുങ്ങിയത് ഒരു 3 പാരഗ്രാഫ് എങ്കിലും നമ്മൾ നറേറ്റീവ് എഴുതേണ്ടതാണ്. അപ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റി, രണ്ടാമത്തെ ആക്ടിവിറ്റി ഡി ക്വസ്റ്റ്യനിൽ നമ്മളോട് ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഡയറി ആണ് നമ്മൾ ഇനി തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഡയറിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അതുപോലെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രിപ്ഷൻ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ജൂലൈ 15, 2025 ട്യൂസ്ഡേ 10 PM. ഡേറ്റ് ഏറ്റവും മുകളിൽ ഇടതുവശത്തായി നമ്മൾ രേഖപ്പെടുത്തി. ഫസ്റ്റ് പാരഗ്രാഫ്. സംതിങ് അൺയൂഷ്വൽ ഹാപ്പൻഡ് അറ്റ് ദ ഫാർമസി ടുഡേ. ഇന്ന് ഫാർമസിയിൽ അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. എ വറീഡ് ലുക്കിംഗ് മാൻ കെയിം ഇൻ. വളരെ ആശങ്കാകുലനായിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് ഫാർമസിയിലെത്തി. ഗേവ് മീ എ ഫോൾഡഡ് പ്രിസ്ക്രിപ്ഷൻ. എന്റെ കയ്യിലേക്ക് ഒരു ചുരുട്ടിയ അല്ലെങ്കിൽ മടക്കിയ പ്രിസ്ക്രിപ്ഷൻ നൽകി. ഐ ഓപ്പൺ ഇറ്റ്. ഞാനത് തുറന്നു നോക്കി. എക്സ്പെക്ടിങ് മെഡിസിൻ. ഞാൻ പ്രതീക്ഷിച്ചത് സാധാരണ ഡോക്ടർ എഴുതുന്ന പ്രിസ്ക്രിപ്ഷനിൽ മരുന്നാണല്ലോ ഉണ്ടാവുക, അതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി എ ലൈഫ് അഡ്വൈസ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ഒരു ജീവിക്കാൻ അനുയോജ്യമായ ഒരു ഉപദേശമായിരുന്നു. ഈറ്റ് ഹെൽത്തി, ഡ്രിങ്ക് വാട്ടർ ഓഫൻ, വാക്ക് എവരി മോർണിംഗ്, സ്ലീപ്പ് അറ്റ് 11 ആൻഡ് അവോയ്ഡ് അൺനെസസറി വറീസ് എന്നെല്ലാമായിരുന്നു ഇതിൽ എഴുതിയത്. ഐ സ്മൈൽഡ് ആൻഡ് ടോൾഡ് ഹിം ഐ വാസ് ജസ്റ്റ് എ കെമിസ്റ്റ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചിരിച്ചുകൊണ്ട്, ഞാൻ വെറും ഒരു കെമിസ്റ്റ് മാത്രമാണ്, നോട്ട് എ ഗ്രോസറി സ്റ്റോർ ഓർ എ ഹോട്ടൽ. ഇതെന്തല്ല, ഇതൊരു പലചരക്ക് കടയോ ഹോട്ടലോ അല്ല എന്നും പറഞ്ഞു. ഹീ ലുക്ക്ഡ് കൺഫ്യൂസ്ഡ്. എന്റെ ഉത്തരം കേട്ട് അദ്ദേഹം വളരെ ആശങ്കാകുലനായി അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലായി. ദെൻ റീഡ് ഇറ്റ് ഹിംസെൽഫ് ആൻഡ് ലെഫ്റ്റ്. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് അത് വായിക്കുന്നതും അവിടെ വിട്ട് പോകുന്നതും കണ്ടു. ഐ ഹോപ്പ് ഹി ഫോളോ ദ അഡ്വൈസ്. ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും അദ്ദേഹം ഡോക്ടറുടെ ഈ ഉപദേശങ്ങൾ പാലിക്കുമെന്ന്. ആഫ്റ്റർ ആൾ നോട്ട് അറ്റ് ആൾ ക്യൂവേഴ്സ് കം ഫ്രം മെഡിസിൻസ്. എല്ലാത്തിനും അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മരുന്നിൽ നിന്ന് മാത്രമല്ല നമ്മുടെ രോഗമുക്തിക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. സം കം ഫ്രം ദ സിമ്പിൾ ഹെൽത്തി ലിവിങ്. ചിലപ്പോഴൊക്കെ വളരെ ലളിതമായ ജീവിത ശൈലി നമ്മുടെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന്. അപ്പൊ നമ്മളിവിടെ കണ്ടിട്ടുള്ള ഡയറി ആ ഫാർമസിസ്റ്റിന്റെ ഡയറിയാണ്. ജെറോം മരുന്ന് വാങ്ങാൻ എത്തിയിട്ടുള്ള കടയിലെ ഫാർമസിസ്റ്റ് അല്ലെ, കെമിസ്റ്റ്, മരുന്ന് നൽകുന്ന ആ ഷോപ്പ് ഉടമയുടെ ഡയറിയാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. അടുത്ത ചോദ്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പാരഗ്രാഫ് റൈറ്റിംഗ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഷോർട്ട് പാരഗ്രാഫ് ചെയ്യുക എന്നാണ് ആക്ടിവിറ്റി 3 ഡിയിലെ ചോദ്യം എന്നുള്ളത്. ദ റോൾ ഓഫ് ഹാബിറ്റ്സ് ഇൻ ഷേപ്പിംഗ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നാണ് ടോപ്പിക് തന്നിട്ടുള്ളത്. അപ്പൊ നല്ല ശീലങ്ങള്, ആരോഗ്യകരമായി നല്ല ആരോഗ്യവും അല്ലെ ജീവിതശൈലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ശീലങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പൊ ജീവിതം അല്ലെങ്കിൽ ആരോഗ്യം കെട്ടിപ്പടുക്കുന്നതിൽ ശീലങ്ങൾക്കുള്ള പ്രാധാന്യം എന്ത് എന്നുള്ള ടോപ്പിക്കാണ് തന്നിട്ടുള്ളത്. ഒരു ഷോർട്ട് പാരഗ്രാഫ് ചെയ്യാം. ഒരു 4 മാർക്കിന്റെ ഒക്കെ പാരഗ്രാഫാണ് നമുക്ക് ചെയ്യാനുള്ളത്. വളരെ കുറഞ്ഞ വാക്കിൽ നമുക്ക് എഴുതാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഗുഡ് ഹാബിറ്റ്സ് ആർ ഇമ്പോർട്ടന്റ് ഫോർ കീപ്പിംഗ് us ഹെൽത്തി ആൻഡ് ഹാപ്പി. നല്ല ശീലങ്ങൾ നമുക്ക് നല്ല ആരോഗ്യവും സന്തോഷവും നിലനിർത്താൻ സഹായിക്കും. സിമ്പിൾ തിങ്സ് ലൈക്ക് ഈറ്റിംഗ് ഹെൽത്തി ഫുഡ്. ലളിതമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ, ആവശ്യമുള്ളത്ര വെള്ളം കുടിക്കുക, സ്ലീപ്പ് വെൽ, നല്ല ആഴത്തിൽ നന്നായി ഉറങ്ങുക, ആൻഡ് എക്സസൈസിങ് എവറി ഡേ, നന്നായിട്ട്
വ്യായാമം ചെയ്യുക. മേക്ക് എ സ്ട്രോങ് ആൻഡ് ആക്റ്റീവ്. ഇത് നമ്മളെ കരുത്തുള്ളവരും ആക്റ്റീവുമാക്കി മാറ്റും. വി ഷുഡ് ഓൾസോ അവോയ്ഡ് ബാഡ് ഹാബിറ്റ്സ്. കൂടെ നമ്മൾ മോശം ശീലങ്ങൾ ഒഴിവാക്കണം. ഏതൊക്കെയാ? ലൈക്ക് ഈറ്റിംഗ് ടു മച്ച് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ് അല്ലെ? കൂടുതൽ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക. യൂസിങ് സ്ക്രീൻ ഫോർ ടു ലോങ്. കൂടുതൽ സ്ക്രീനിങ് സമയം ഒഴിവാക്കുക. മൊബൈല്, കമ്പ്യൂട്ടർ, ടി വി ഒക്കെ കൂടുതൽ സമയം കാണുന്നത് ഒഴിവാക്കുക. നോട്ട് മൂവിങ് ഇനഫ്. വെൻ വി ടേക്ക് കെയർ അവർ ബോഡി ആൻഡ് മൈൻഡ്. നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കൂടുതൽ പരിചരിക്കാൻ തയ്യാറായാൽ വി ഫീൽ ബെറ്റർ, ഹാവ് മോർ എനർജി. നമുക്ക് നല്ല സുഖം തോന്നുകയും കൂടുതൽ ഊർജം ലഭിക്കുകയും ചെയ്യും. ഇൻ ദി എൻഡ് അവർ ഡെയിലി ഹാബിറ്റ്സ് ഡിസൈഡഡ് അവർ ഹെൽത്തി ആൻഡ് സക്സസ്ഫുൾ വി വിൽ ബി. നമ്മുടെ ദൈനംദിന ശീലങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തെയും ഒക്കെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ. ഇത്രയാണ് നമ്മുടെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ്. തീർച്ചയായിട്ടും എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ കമന്റ് താഴെ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്താത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കൂടുതൽ നോട്ട്സുമായി അടുത്ത വീഡിയോ ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.